വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിങ്സ് ബൈ രാമി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് വേറെ നല്ല നമ്മുടെ ഗേൾസിന് അല്ലെങ്കിൽ വുമൻസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ കുറേ നാളുകൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പം ചില ആൾക്കാർ വിചാരിക്കും ദൈവമേ ഇത് എന്നേ വന്നൊരു കാര്യം ഇപ്പോൾ ഇപ്പോഴാണോ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ 2 മാസത്തിന് മുന്നെയാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ എന്നെ പോലെ അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ഇത് ചോദിച്ച സമയത്ത് അവരും കുറേ പേരൊന്നും ഈ കാര്യം അറിഞ്ഞിട്ടില്ല. ഞാൻ പറയുമ്പോഴാണ് അറിയുന്ന പോലും. അപ്പോൾ അങ്ങനെ എന്നെ പോലെ അറിയാതിരിക്കുന്ന കുറേ പേര് കാണുമല്ലോ. അപ്പോൾ അവരൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷത്തിന് മുന്നേ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് ഞാൻ പറയും. ഇത് പാർട്ടി കാര്യമൊന്നും അല്ല കേട്ടോ, അങ്ങനെ ആരും വിചാരിക്കരുത്. നമ്മൾ നല്ലത് ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നല്ലതെന്ന് പറഞ്ഞത്. കാരണം സ്ത്രീകൾക്ക് ഏറ്റവും ഉപകാരം എന്ന് പറയാൻ കാരണം നമ്മൾ എല്ലാ മാസവും വേണ്ടുന്ന ഒരു കാര്യം നമുക്കൊരു അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ്. പിന്നെ ഇത് പുരുഷന്മാർ കാണണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് പാഡുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മന്ത്ലി നമ്മുടെ ഹസ്ബൻഡ് ആയിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ ചേട്ടന്മാരായിരിക്കും, ഫാദർ ആയിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് വാങ്ങിക്കൊണ്ട് തരുന്നത്. അപ്പം നമ്മുടെ പെങ്ങന്മാർക്ക് അല്ലെങ്കിൽ വൈഫിന്, ദൂരെ ഇരുന്ന് കാണുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫിനൊക്കെ നമുക്കിതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും വളരെ ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് വിഷയത്തിലോട്ട് വരാം എന്താണെന്നുള്ളത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ള ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു സുവിധ സാനിറ്ററി നാപ്കിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് പറയാൻ പോണത്. ഇത് ഉപയോഗിച്ചതിന്റെ പശ്ചാത്തലത്തിലും എൻ്റെ എക്സ്പീരിയൻസും കൂടാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടാവും. അപ്പം ഈ ഒരു സാനിറ്ററി നാപ്കിനെ പറ്റി പറയുവാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലാർജ് സൈസിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് 4 പാഡാണ്, 4 പാഡാണ് ഇതിനകത്ത് വരുന്നത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് വെറും 15 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. വെറും 15 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമേ 15 രൂപയ്ക്കൊക്കെ പാഡ് കിട്ടും ഈ വന്ന കാലത്ത്. നല്ല സത്യം ഞാനിത് അറിഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര ഇത് ഞെട്ടലോട് കൂടിയിട്ടാണ് ഞാനിത് മനസ്സിലാക്കിയത്. പിന്നെ ഇപ്പോൾ ഞാൻ വിചാരിച്ചു 15 രൂപയ്ക്ക് കിട്ടുന്നത് വലിയ ക്വാളിറ്റി ഒന്നും കാണത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ ഒന്നും പറയാനില്ല ഗൈസ്, അടിപൊളിയാണ്. പിന്നെ ഇത് പോരാഞ്ഞിട്ട് നമ്മൾ റെഗുലർ പാഡ് കൊടുക്കുന്നുണ്ട്. റെഗുലർ പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപയ്ക്ക് 1 പാഡാണ്. 10 എണ്ണത്തിന് 10 രൂപയെ വരുന്നുള്ളൂ. അതൊക്കെ ഭയങ്കര കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. ഭയങ്കര വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോഴും ഈ ഒരു പാഡ് മേടിക്കാൻ കഴിയാണ്ട് ഇപ്പോഴും ട്രഡീഷണൽ ലെവലിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്ത് ഒട്ടും ഹൈജീൻ അല്ലാത്ത കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കാരണം ഇത് മേടിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, അവർക്ക് അഫോർഡബിൾ റേറ്റിൽ കിട്ടാത്തതിൻ്റെ കാര്യം കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ സ്കൂളിൽ പോണ കുട്ടികൾ, അതുപോലെ തന്നെ കോളേജിൽ പോണ കുട്ടികൾക്കൊക്കെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണ പാഡാണ് 1 രൂപ എന്ന് ഞാൻ പറഞ്ഞത്. ഒരു വീട്ടിൽ തന്നെ ചിലപ്പം അമ്മ ഉണ്ടാവും, 2 കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു മാസം നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കിക്കേ എന്തോരം പാഡാണ് ആവശ്യമുള്ളത്, എന്തോരം പൈസയാണ് നമ്മൾ ഇതിനായിട്ട് ചിലവാക്കണേന്ന്. അപ്പോൾ നമുക്ക് അത് വില കുറച്ച് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ദൈവം ഇതിന് ഇത്രയും വിലയാണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരു മാസം നമുക്കൊരു 4ഉം 5ഉം കവർ ആവശ്യമായിട്ട് വരുന്ന ദിവസങ്ങളുണ്ട്, അല്ലെങ്കിൽ മാസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാസങ്ങളിലൊക്കെ നമുക്ക് തോന്നാറുണ്ട് ദൈവം ഇത് ഭയങ്കര കുറച്ച് വില കുറച്ച് കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അന്നൊന്നും പക്ഷെ ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ടില്ല. അറിയാവുന്ന ഒത്തിരി പേര്, ഞാൻ പറഞ്ഞല്ലോ 5 വർഷത്തിന് മുന്നേ വന്നൊരു കാര്യമാണ്. കുറേ പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. എനിക്ക് പക്ഷെ ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയൊരു കാര്യമാണ് ഈ ഒരു ജൻ ഔഷധിയുടെ ഈ ഒരു സുവിധ സാനിറ്ററി നാപ്കിൻ. എനിക്ക് എത്ര പറഞ്ഞാലും എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്രയും നല്ല ഒരു പാഡാണെന്ന് ഞാൻ പറയും. കാരണം നമ്മൾ ഈ ഒരു എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, നമ്മളിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റേ ഫ്രീയുടെ ഈ ഒരു ലാർജ് സൈസ് എക്സൽ സൈസിലുള്ള പാഡൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം. ഇതിൻ്റെ വില വന്നിട്ട് നിങ്ങൾ 40 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൽ 6 എണ്ണം ഉള്ളത് ശരിയാണ്. ഇതിൽ വന്നിട്ട് 4 എണ്ണേ ഉള്ളൂ, 4 എണ്ണത്തിന് 15 രൂപ. പക്ഷേ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 രൂപയിൽ കൂടുതലായിട്ട് വരുന്നുണ്ട് ഈ ഒരു സ്റ്റേ ഫ്രീയുടെ ലാർജ് സൈസ് പാഡിൽ വരുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാർക്ക് അത് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളം, അതുപോലെ തന്നെ വിസ്പറും കാര്യങ്ങളും. ഇവിടെ മാർക്കറ്റ് റേറ്റിൽ ഏറ്റവും കുറഞ്ഞിരുന്ന, അതായത് മാർക്കറ്റ് റേറ്റിൽ ഏറ്റവും കുറവുള്ള ഒരു പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫി ആയിരുന്നു. കംഫിയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു പാഡാണ്. ഇത് അമൃതാഞ്ജൻ്റെ ആണ് കേട്ടോ. അപ്പം ഈ ഒരു പാഡ് വന്നിട്ടും 5 രൂപ ആവുന്നുണ്ട്. ഒരു പാഡിന് വന്നിട്ട് 5 രൂപ ആവുന്നുണ്ട്. അപ്പം നമ്മുടെ സുവിധ സാനിറ്ററി നാപ്കിൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 3.5 രൂപ, ഏകദേശം 3.5 രൂപ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് ആ ഒരു പാഡ് ഉപയോഗിക്കാൻ, നമുക്ക് മേടിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ആ ഒരു കാര്യം. റേറ്റ് ബേസ് ആയാലും അതുപോലെ തന്നെ ക്വാളിറ്റി അടിപൊളിയാണ്. നമ്മൾ ഈ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ അത് പൊട്ടിച്ച് കാണിക്കാം കേട്ടോ. നമുക്കിത് പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാഡാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വലിപ്പമുള്ള പാഡാണ്. അതുപോലെ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക്
നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ കൊണ്ടാണ്. നിങ്ങൾക്ക് അല്ലാണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു പാഡാണ്. അതുപോലെ ഇതിൻ്റെ വിങ്സ് വന്നിട്ട് ഇങ്ങനെ ഇവിടെ 2 വിങ്സ് ആണ് ഇങ്ങനെ വരണേ. വിങ്സിന്റെ വലിപ്പമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വിങ്സ് ആണ് കേട്ടോ. വിങ്സ് ഒക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വിങ്സ് ആണ്. നമ്മുടെ ഈ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണം നമ്മുടെ സ്റ്റേ ഫ്രീയുടെ എക്സൽ പാഡിനെക്കാളും വലിപ്പം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് തന്നെ. അതെ, നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ എന്തോരം വലിപ്പം കുറവാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയും കംഫർട്ടബിൾ ആയിട്ട് വെക്കാൻ പറ്റുന്നത് ക്വാളിറ്റി വൈസ് ആയാലും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ പറയാണ് ഭയങ്കര സൂപ്പർ പാഡാണ് കേട്ടോ. ഭയങ്കര നമുക്കൊരു ലീക്കേജ് പ്രോബ്ലമോ അങ്ങനെ ഒന്നുമില്ല. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഈ ലീക്കേജ് പ്രോബ്ലം ഉണ്ടാവുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മൾ ഇത്രയും വലിയ പൈസയുടെ പാഡുകൾ മേടിച്ച് വെക്കണ സമയത്ത് എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ലീക്കേജ് പ്രശ്നം മാത്രമല്ല, റാഷസ്, അതുപോലെ തന്നെ ഇച്ചിങ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇറിറ്റേഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം, ഈ ഒരു നമ്മുടെ സുവിധയുടെ സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും എനിക്കില്ല. അപ്പോൾ ഈ മന്ത്ലി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാർ കാണും. അപ്പോൾ അവർ ജസ്റ്റ് ഇതൊന്ന് മാറ്റിയിട്ട് ഈ ഒരു പാഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയാലോ, ഇത് കേന്ദ്ര സർക്കാരിൻ്റെയാണ്. അല്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങോട്ട് വരും, നീ എന്തിനാ ഇങ്ങനെ ഇത് നമുക്ക് നല്ലതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം. അപ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സ്ത്രീകൾക്ക് ഇത് ഉപയോഗം ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഈ മന്ത്ലി ഇങ്ങനെ പാഡ് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ചെയ്യണ ഒരു കാര്യമുണ്ട്, ഇത് കത്തിച്ച് കളയുക. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ സംഭരിച്ച് വെച്ചിട്ട് നമ്മളത് കത്തിച്ച് കളയാണ് ചെയ്യാറുള്ളത് അല്ലേ. അല്ലാണ്ട് നമുക്കിത് മണ്ണിൽ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഇതിൽ പ്ലാസ്റ്റിക് കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് മണ്ണുമായിട്ട് അലിഞ്ഞു പോകാൻ ഒരു ചാൻസും ഇല്ല. അപ്പം ആ ഒരു കുറ്റബോധം നമ്മുടെ മനസ്സിൽ കാണും. അപ്പോൾ ഇനി തൊട്ട് ആ ഒരു കുറ്റബോധം വേണ്ട കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഈ സുവിധയുടെ സാനിറ്ററി നാപ്കിൻ ആണെങ്കിൽ ഇത് മണ്ണുമായിട്ട് ലയിക്കും ഗൈസ്. വേറൊന്നും കൊണ്ട് പറയില്ല. നമ്മുടെ ഈ ഒരു പാക്കേജിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഓക്സോ ബയോ ഡീഗ്രേഡബിൾ എന്ന് ഇതിന്റെ ഈ പാക്കറ്റിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇത് ഓക്സിജനുമായിട്ട് ലയിച്ച് മണ്ണിൽ അലിഞ്ഞു പോകും എന്നുള്ളത് ഈ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന്റെ ഒരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. ഇൻ കേസ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ പാഡ് എവിടെയെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങോട്ടെങ്കിലും ഉപേക്ഷിക്കുന്നതിൽ കുറ്റബോധം തോന്നേണ്ട. പ്ലാസ്റ്റിക് ആണ് ഞാൻ വലിച്ചെറിഞ്ഞാൽ പ്ലാസ്റ്റിക് ആണ് ഞാൻ അങ്ങോട്ടേക്ക് ഇട്ടതെന്ന് തോന്നേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു പാഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണിൽ ഇത് ലയിച്ചു പോകും. അപ്പം ഇനി ആരും അത് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഇനി തൊട്ട് ഇങ്ങനെ കത്തിച്ച് ഇങ്ങനെ നമ്മുടെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മളൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതൊരു വലിയ തെറ്റാടേ. നമ്മൾ അങ്ങനെ ചെയ്യണം, പ്ലാസ്റ്റിക് കത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റാണ്. അപ്പം എനിക്കിത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ആശ്വാസം പോലെ തോന്നിയ ഒരു കാര്യം അതാണ്. പിന്നെ ഇവരുടെ പാക്കറ്റിലുള്ള വേറൊരു കാര്യമാണ്, അവർ എൻഷുർ ചെയ്തിട്ടുണ്ട് മെൻസ്ട്രൽ ഹൈജീൻ അവർ എൻഷുർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ മെൻസ്ട്രൽ ഹൈജീൻ അവർ എൻഷുർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മന്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇച്ചിങ്, ഇറിറ്റേഷൻ, റാഷസ് ഒക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ നമ്മുടെ ഈ തൊട ഇടുക്കുകളൊക്കെ പൊട്ടാറുണ്ട്. ഇങ്ങനെ ആയിട്ട് തൊട ഇടുക്കുകളൊക്കെ പൊട്ടാറുണ്ട്. അപ്പം അവർ എൻഷുർ ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ തന്നെ നമുക്ക് എൻഷുർ ചെയ്ത് തന്നിട്ടുണ്ട് ഇത് മെൻസ്ട്രൽ ഹൈജീൻ നിലനിർത്തും എന്നുള്ള കാര്യം അവർ എൻഷുർ ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി തൊട്ടാണ് പേടിക്കണം. അതുപോലെ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയാണ്, അങ്ങനെയുള്ള ഒരു പ്രശ്നവും വരാറില്ല. ഞാൻ എൻ്റെ ഈ ഒരു സ്റ്റേ ഫ്രീ അല്ലെങ്കിൽ വിസ്പറൊക്കെ യൂസ് ചെയ്യണ സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എനിക്ക് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ ഈ ഒരു സുവിധയുടെ സാനിറ്ററി നാപ്കിൻ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം അതാണ്. നമുക്ക് നമുക്കത് വച്ചിട്ടുണ്ടെന്ന് പോലുമുള്ള ഒരു ഇതില്ല. നമ്മളത് വച്ചുകൊണ്ടാണ് നടക്കണേന്നുള്ള ആ ഒരു വെയിറ്റ് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. അത് തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കുന്ന പാഡൊന്ന് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു പാഡൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കോളാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വ്യത്യാസം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് അവർ ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ലാർജ് വിത്ത് വിങ്സ് ആണെന്നുള്ള കാര്യം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ചില ബ്രാൻഡിന്റെ ഈ ഒരു പാഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പാൻറ്റീസിൽ ഈ സംഭവം ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് അതിങ്ങനെ ഇരിക്കാണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇരിക്കാണ്ടൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കാണ്ട് നീളക്കുറവ് മൂലമൊക്കെ ഇങ്ങനെ ഇളവി പോകാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഉപയോഗിച്ചതിൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണ്, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ഒട്ടിയിരുന്നോളും. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ ഒരു സൈസും മറ്റു കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് എത്രയാണെന്നുള്ളത്. ഒരു പാഡിൻ്റെ സൈസ് വന്നിട്ട് ഇത് ലാർജ് സൈസാണ് കേട്ടോ. ലാർജ് സൈസ് വന്നിട്ട് 320 mm ആണ് കേട്ടോ ഇതിൻ്റെ ഒരു സൈസ് വരുന്നത്. അതേ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവർ.
അപ്പോൾ നമ്മൾ എന്താണ് ഒരു റെഗുലർ പാഡിന് വന്നിട്ട് 1 രൂപ, അതുപോലെ തന്നെ ഒരു ലാർജ് എക്സൽ പാഡിന് വന്നിട്ട് 3.5 രൂപ. 15 രൂപ 3.5 രൂപ ആയിരിക്കണം. ഓക്കെ, 3.5 രൂപയാണ് വരുന്നത്. അപ്പം ഇതിൽ കൂടുതൽ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇത് തന്നെ നല്ല അത്യാവശ്യം നല്ല എക്സ്ട്രീം അല്ലെങ്കിൽ മാക്സിമം ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ മാസം ഇത്രയും റേറ്റ് ആവുന്നുണ്ട്, ഒരു വീട്ടിൽ 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരുപോലെ എല്ലാവർക്കും ഒരുപോലെ മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇനി അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പോയി ജനൌഷധി പോവുക, ഇത് പറയുക, മേടിക്കുക. നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മേടിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ല എവിടെയാണ് ജനൌഷധി നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് എവിടെയാണ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോൺ എടുക്കുക, ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണെന്നുള്ള, അല്ലെങ്കിൽ എഴുതി വരും എവിടെയാണെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പൈസയൊന്നും കൊണ്ട് കളഞ്ഞ് വലിയ വലിയ നല്ല നല്ല ക്വാളിറ്റി ഉള്ള വലിയ പാഡ്സൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരോട് ഉപയോഗിച്ചോളാം. ഞാൻ ഈ മേടിക്കാൻ പറ്റാണ്ട് ഭയങ്കര വിഷമത്തിലിരിക്കണം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പറഞ്ഞത്. അപ്പം നമ്മൾ അതിനൊന്നും എതിരോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെ നമ്മൾ അറിയുന്ന ഒരു കാര്യം എല്ലാവരിലേക്കും എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ കവറിൽ ബട്ടർഫ്ലൈയുടെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർഫ്ലൈ എന്ന് വെച്ചാൽ നമ്മൾ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ നമ്മളൊരു മൂലയിൽ അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല, നല്ല പറന്ന് പോവാം എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പാഡാണ് കേട്ടോ. വേറെ ഒന്നും എനിക്ക് പറയാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞത് പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതുപോലെ തന്നെ നിങ്ങളിത് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.